കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഉലുവച്ചാറ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഓവർനൈറ്റ് മുദ്ര സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്ത ഒരു കപ്പോളം മുദ്ര നന്നായി കഴുകണം. കല്ലും മണ്ണും ഒക്കെ കാണാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് 2-3 വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് രാത്രി ഫുൾ വെക്കണം. വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുക്കറിനകത്ത് 2-3 വിസിൽ, എനിക്കൊരു 12 വിസിൽ വേണ്ടി വന്നു. കാരണം നന്നായിട്ടത് വെന്തുടയണം ഈ മുതിര. അപ്പം ഞാൻ 12 വിസിലോളം നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അങ്ങനെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത മുതിര ഈ നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം നമുക്ക് മെയിനായിട്ട് ആവശ്യമുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഇവിടെ 2 കപ്പോളം ഇതിൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട്. മുതിര ഇതുപോലെ നന്നായിട്ട് വെന്തുടയണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിൽ നിന്ന് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ റൈസ് എത്രയുണ്ടോ അതിനനുസരിച്ച് 2 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ പേസ്റ്റ് നമുക്ക് ആവശ്യം വരും. അത് ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം, ഇതിൻ്റെ അളവുകളൊക്കെ. അപ്പം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കണം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ നന്നായിട്ട് അത് പേസ്റ്റായി കിട്ടി. ഇനി വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രം വെച്ച്, ഞാനിവിടെ ഇത് ആന്ധ്ര ഡിഷൊക്കെ ആയതുകൊണ്ട് കടുകെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ ആയാലും മതി, കുഴപ്പമില്ല. നമ്മുടെ ഇതിനകത്ത് കറിവേപ്പിലയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, മല്ലിയില പുതിനയില ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഏത് എണ്ണയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, നെയ്യിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം കടുക് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് കറിവേപ്പില, പച്ചമുളക്, ജീരകം ഇത്രയിട്ട് നന്നായിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് പുളി പിഴിഞ്ഞ് ഒഴിക്കും. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 2 കപ്പോളം മുതിര വേവിച്ച വെള്ളം, അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ ഇത്രയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ പുളിവെള്ളവും പിന്നെ മുതിരയുടെ വെള്ളവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ നല്ല തിളപ്പിച്ചെടുക്കണം. ഇതാണ് അതിൻ്റെ സോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാനിപ്പം ഇതിനകത്ത് 1 കപ്പോളം മുതിര തന്നെ ആഡ് ചെയ്തു കേട്ടോ. എനിക്ക് അത്രയും വേണം, എങ്കിലേ നല്ല ഒരു സോസിൻ്റെ പരുവത്തിൽ നമുക്ക് റൈസിൽ നല്ല ടേസ്റ്റ് കൊടുക്കൂ ഇത്. അപ്പം ഈ ഒരു സോസ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ല കുറുകി വരും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കുറുക്കി എടുക്കണം. അപ്പം നല്ല തിളപ്പിച്ച് തന്നെ ഇതെടുക്കേണ്ടി വരും. ഇതാണ് ഈ ഉലുവ ചാറെന്ന് അവർ പറയുന്ന ആ ഒരു സോസ്. പുളിവെള്ളവും ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിൽ കുറുക്കി ഏകദേശം എനിക്കിപ്പോൾ ഈ 2 കപ്പോളം ഉണ്ടായിരുന്ന ഈ സോസ് എനിക്ക് 1 കപ്പായിട്ട് ഞാൻ വറ്റിച്ചെടുത്തു. നല്ല തിക്ക് സോസായിട്ട് തന്നെ അത് വറ്റിച്ചെടുക്കണം. തിക്കാവുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ശർക്കരയും ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തു. കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് തണുക്കണം. തണുത്തതിന് ശേഷം നമ്മളൊരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. സ്ട്രെയിനറിൽ കൂടി നമ്മൾ അരിക്കുമ്പോൾ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് മുഴുവൻ ചാറും പോന്നോളും. പിന്നെ ആ സ്ട്രെയിൻ ചെയ്ത ആ കൊത്ത് മാറ്റി വെക്കണം. മാറ്റി വെച്ചതിന് ശേഷം എനിക്കിപ്പോൾ 1 കപ്പോളം ഉണ്ടായിരുന്ന ഈ സോസ് 1/2 കപ്പോളം കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ 2 കപ്പോളം ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തൈര്, പിന്നെ കറിവേപ്പില, മല്ലിയില, പുതിനയില, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ, ഉപ്പ് എല്ലാം കൂടെ ഇട്ട്, ഗരം മസാല എല്ലാം കൂടി ഇട്ട്, നോർമലി നമ്മൾ ചിക്കനിൽ ഗരം മസാല ഇടത്തില്ലേ, ആ ഗരം മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിനകത്ത് 1 വിസിലിൽ വേവിച്ചെടുക്കണം.
ഒരു വിസിൽ മതിയാവും. കാരണം ഇത് നമുക്ക് ദമ്മിടാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ഒന്നും കൂടി വേവിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിനി റൈസ് കുക്ക് ചെയ്യണം. ഇപ്പം നമുക്ക് ആ സോസായി ചിക്കനായി, ഇനി റൈസ് കുക്ക് ചെയ്യണം. ഒരു പാനിലോട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഗരം മസാലയില ഇല, പിന്നെ സ്റ്റാർ, അത് ഗ്രാമ്പൂ, ചെറിയ ജീരകം, 2 ഏലക്ക, ഒരു പച്ചമുളക്, ഇത്രയും ഇട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഞാനിപ്പോൾ ഒരു കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് റൈസ് നന്നായിട്ട് കഴുകി നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ ഇട്ട് വറ്റിച്ച് നമ്മൾ നോർമലി എല്ലാവരും ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഇത് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് അരിയായാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഒരു പാത്രം എടുത്ത് നമ്മൾ കുക്കറിൽ ഒരു വിസിലിൽ വേവിച്ച ചിക്കൻ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സോസ് ഒഴിക്കണം ചിക്കൻ്റെ പുറത്ത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് റൈസ് ഇടുന്നത്. റൈസ് ഇട്ടതിന് ശേഷം പിന്നെ ആ ഉലുവച്ചാറിൻ്റെ ആ മുതിരയുടെ ആ സോസ് ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം, കറിവേപ്പില ചേർക്കാം. അതിനുശേഷം ഇതിപ്പോൾ ഒരു ലെയർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ലെയറിൽ നിർത്തുവാണ്. അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് അടുത്ത ഇതിൽ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ചിക്കൻ ഇട്ട് അടുത്ത ലെയറിൽ നമ്മൾ നോർമലി ബിരിയാണി ചെയ്യുമല്ലോ, ഇതിന് മുകളിൽ നെയ്യും ഇട്ട് ഗരം മസാല ഇട്ട് ഇലകളുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇട്ട് അടച്ച് വെക്കാം. ഇവിടെ ഇലയൊന്നും അത്ര താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. കറിവേപ്പില നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ്. അപ്പം താങ്ക് യു. ബൈ ബൈ. വെറൈറ്റി ഡിഷസുമായിട്ടൊക്കെ